ഉയരും ഞാൻ നാടാകെ. കുറച്ച് ദിവസമായി ഞാൻ പാലക്കാട് ജില്ലയിൽ പെരിങ്ങോടുള്ള ഗുരുകൃപ ആയുർവേദ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഷൂട്ടിങ്ങിന് ഓടേണ്ടതില്ല. സ്വസ്ഥമായ പ്രഭാതങ്ങളും പകലുകളും, നേരത്തെ ഉറങ്ങുന്ന രാത്രികളും. ആലോചിക്കാം, പത്രമടക്കമുള്ളതെല്ലാം ചിട്ടയായി വായിക്കാം. എനിക്ക് എന്നിലേക്ക് തന്നെ നോക്കിയിരിക്കാം. അങ്ങനെയുള്ള ഒരു ദിവസമാണ് രാവിലെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വായിക്കാനിടയായത്. പട്ടാളക്കാർക്കൊപ്പം ഷൈനിങ് സ്റ്റാർസ് എന്നായിരുന്നു വാർത്തയുടെ തലവാചകം. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും സൈനിക മേഖലകളിൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്ത് വിരമിച്ച മേജർ ജനറലും ബ്രിഗേഡിയറും കേണലുമെല്ലാം അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രമുണ്ടായിരുന്നു വാർത്തയ്ക്കൊപ്പം. ആ കുട്ടികളുടെ കണ്ണുകളിൽ അപൂർവമായ ഒരു പ്രകാശത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. അവർക്ക് ചുറ്റും ഏതൊക്കെയോ പ്രതീക്ഷകളുടെ പ്രഭയുണ്ടായിരുന്നു. ആദിവാസി ഊരുകളിലെ കുട്ടികളെ ഓൾ ഇന്ത്യ സൈനിക് സ്കൂൾ പ്രവേശന പരീക്ഷയ്ക്കും മറ്റ് പ്രവേശന പരീക്ഷകൾക്കും തയ്യാറാക്കുക എന്നതാണ് പ്രോജക്റ്റ് ഷൈൻ എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും വാർത്തയിലൂടെ മനസ്സിലായി. ആദിവാസി കുട്ടികൾ സൈനിക സ്കൂളിലേക്ക് എന്ന ആശയം എന്നെ വളരെയധികം സ്പർശിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം ഞാൻ ശേഖരിച്ചു. അത്ഭുതപ്പെടുത്തുന്നതും കണ്ണ് നനയിക്കുന്നതുമായിരുന്നു എന്നെ തേടി വന്ന വിവരങ്ങൾ. കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണിത്. ജീവിതത്തിൻ്റെ സാധ്യതകളും അറിവിൻ്റെ വെളിച്ചവും എത്താത്ത ആദിവാസി ഊരുകളിലെ കുട്ടികൾക്ക് സാധ്യതകളുടെ ലോകം തുറന്നു കൊടുക്കുക, പഠിക്കാനുള്ള അവസരത്തിലൂടെ എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുട്ടികൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും നൽകും. പൂർവ്വ സൈനികരും സൈനിക സ്കൂളിൽ പഠിച്ച് മറ്റ് മേഖലയിലെത്തിയവരും നേരിട്ട് ചെന്ന് കുട്ടികൾക്കൊപ്പം പാർക്കും. അവർക്ക് അറിവും ആത്മവിശ്വാസവും നൽകും. കുട്ടികളുടെ വീടുകളിൽ ചെന്ന് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ പഠിക്കും. വൈദ്യസഹായം നൽകും. മാതാപിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകും. സാമൂഹിക വൈകാരിക പഠന സമ്പ്രദായം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 1962 ആരംഭിച്ച സൈനിക് സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 11 പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. എന്നാൽ ഇതിലൊരാൾ പോലും 12ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടില്ല. ഈ ചരിത്രം മാറ്റണമെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോഴാണ് ഇത്തരമൊരാശയം ഉദിച്ചത്. കഴിഞ്ഞ വർഷം 7 പേർക്ക് പ്രവേശനം ലഭിച്ചു. 49 ആൺകുട്ടികളിൽ 33 പേർ ഇത്തവണ പ്രവേശന പരീക്ഷ എഴുതി. ഇതിൽ 12 പേർ വിജയികളായി. ബാബു മാത്യു, ലിറ്റി ബി ജോർജ് ദമ്പതിമാരാണ് സ്വയം സമർപ്പണം ഏറെ ആവശ്യമുള്ള ഇത്തരം ഒരു മഹത്തായ സംരംഭം മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഇവർ ചെയ്യുന്ന കാര്യത്തിൻ്റെ വലിപ്പവും മഹത്വവും അറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ആദിവാസി ഊരുകളിൽ ചെല്ലണം. ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാൻ പലതവണ ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ആദിവാസിയായി വേഷമിട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ വിഭാഗം ഗോത്രങ്ങളിലൊന്നായ ഓങ്കികളുമൊത്ത് ആൻഡമാനിൽ വെച്ച് ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ ആദിവാസി ഊരുകളിൽ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴെല്ലാം നിറയെ കുട്ടികളെ കാണാം. മണ്ണിലും മരക്കൊമ്പുകളിലും വീടിൻ്റെ തിണ്ണകളിലും അമ്മമാരുടെ ഒക്കത്തുമെല്ലാം ഇരുന്ന് അവർ നോക്കും, ചിരിക്കും. അപ്പോഴെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കുഞ്ഞുങ്ങളെല്ലാം ജീവിതത്തിൽ ആരെങ്കിലും ആവുമോ? പുറം ലോകത്തിൻ്റെ വെളിച്ചവും അറിവും ഇവർക്ക് എന്തെങ്കിലും ലഭിക്കുമോ? ലഭിച്ചാൽ തന്നെ അവർ അത് സ്വീകരിക്കുമോ? അതോ ഈ കാടിൻ്റെ ഉള്ളിൽ തന്നെ തേൻ തേടി നടന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെയും തീരുമോ അവരുടെ ജീവിതം? താഴ്വാരം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് അട്ടപ്പാടിയിൽ എനിക്കൊരു ആദിവാസി സുഹൃത്തുണ്ടായിരുന്നു. തവിടൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. തവിടനിൽ നിന്നാണ് ഞാൻ ആദിവാസി ജീവിതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞത്. ആരെങ്കിലും ഒരാൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ എല്ലാ കാലവും കാട്ടിൽ തന്നെയായിരിക്കും അവരുടെ ജീവിതം. നമുക്കെത്രയോ ആദിവാസി പുനരുദ്ധാരണ പദ്ധതികളുണ്ട്. അവ എത്രമാത്രം ഫലപ്രദമാകുന്നുണ്ട് എന്ന കാര്യം എനിക്കറിയില്ല. 21ാം നൂറ്റാണ്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും ആദിവാസി എന്ന് വിളിക്കുന്നവരാണ് നമ്മൾ. അവരെ നമ്മുടെ പൊതുജീവിതത്തിൽ വളരെ കുറച്ച് മാത്രമേ നാം പങ്കെടുപ്പിക്കാറുള്ളൂ. പരിഷ്കൃതർ എന്ന് സ്വയം വിശ്വസിച്ച് അഭിമാനിക്കുന്ന നമുക്ക് അവർ മറ്റേതോ ഗ്രഹത്തിലെ ജീവികളാണ്. ഇത്തരം ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഞാൻ പ്രോജക്റ്റ് ഷൈൻ എന്ന പദ്ധതിയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. പട്ടാളം എന്നാൽ അതിർത്തിയിൽ രാജ്യം കാക്കുന്നവരും സ്വന്തം ജീവിതം രാജ്യത്തിനായി പണയം വെച്ചവരുമാണ്. പട്ടാളം എന്നാൽ നമ്മുടെ ബുദ്ധിജീവികൾക്ക് ഭരണകൂട ഭീകരതയുടെ ഭാഗവുമാണ്. എപ്പോഴും അവർ സർഗാത്മകമായ ഒന്നും ചെയ്യുന്നില്ല എന്നും ഇത്തരക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും.
എന്നാൽ ഇവിടെ അട്ടപ്പാടിയിലെ ഊരുകളിൽ പട്ടാളക്കാർ വരുന്നത് തൂക്കുമായല്ല, മറിച്ച് അനുകമ്പാർദ്രവും സമർപ്പിതവുമായ മനസ്സുമായാണ്. ഒരു കേണലിൽ നിന്ന്, ബ്രിഗേഡിയറിൽ നിന്ന്, മേജർ ജനറലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക എന്നത് വെളിച്ചം വീഴാത്ത ഊരുകളിലെ കുട്ടികൾക്ക് ആകാശത്തോളം ഉയരാനുള്ള ശക്തിയാണ് നൽകുന്നത്. അത് അവരെ നക്ഷത്രങ്ങളെ വരെ ചെന്ന് തൊടാനും അവയോളം തിളക്കമുള്ള ജീവിതം തീർക്കാനും സഹായിക്കും. പ്രോജക്റ്റ് ഷൈൻ ഒരു വലിയ മാതൃകയാണ്, നമുക്കെല്ലാവർക്കും മാത്രമല്ല, വലിയ സ്ഥാപനങ്ങൾക്കും. വെളിച്ചം വീഴാത്ത വളർച്ചയുടെ എല്ലാ സാധ്യതകളും അടഞ്ഞ ഒരുപാട് ഇടങ്ങൾ നമുക്കിടയിലുണ്ട്. അവയിലേക്ക് കടന്നു ചെല്ലാൻ ഈ പദ്ധതി ഒരു വഴികാട്ടിയാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് പ്രോജക്റ്റ് ഷൈൻ എന്ന പേര് നൽകിയത് എന്ന് ഞാൻ അന്വേഷിച്ചു. സൈനിക് സ്കൂളിലെ 1991 ബാച്ചിലെ അംഗവും പിന്നീട് കളമശ്ശേരി രാജഗിരി കോളേജിലെ ലെക്ചറും അകാലത്തിൽ വിട പറഞ്ഞു പോയതുമായ സുഹൃത്ത് ഷൈൻ പി ബേബിയുടെ പേരാണ് പദ്ധതിക്ക് നൽകാൻ ഉചിതം എന്ന് സംഘാടകർക്ക് തോന്നി. എല്ലാം അറിഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. മണ്ണിൻ്റെ അടരുകളിൽ ഇരുട്ടിലാണ്ട് കിടക്കുന്ന കല്ലുകളെ തേച്ച് തിളക്കിയെടുക്കുക എന്നതാണ് സൈനിക സ്കൂളുകളിലെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. ഷൈനിൻ്റെ ഓർമ്മകളുടെ അത്ര തന്നെ തിളക്കമുണ്ടാകും അദ്ദേഹത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഈ പദ്ധതിയുടെ ഗുണഫലത്തിനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കുന്ന, കാണുന്ന, എല്ലാം ഇല്ലാതാകുന്നതിൽ ആനന്ദം കാണുന്ന, വാക്കുകളിൽ മാത്രം വിപ്ലവവും വികസനവും നടക്കുന്ന ഈ കാലത്ത് പ്രോജക്റ്റ് ഷൈൻ ആകാശച്ചിരിവിൽ ഒറ്റയ്ക്ക് തിളങ്ങുന്ന താരകമാണ്. അതിൻ്റെ തിളക്കം ഇനിയും വർദ്ധിക്കുകയുള്ളൂ. ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആദരവിൻ്റെ സല്യൂട്ട്. ഒപ്പം അട്ടപ്പാടി ഊരുകളിൽ നിന്ന് കുട്ടികളുടെ ശബ്ദം ഇപ്പോൾ ഞാൻ കേൾക്കുന്നു. അവർ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഉയരും ഞാൻ നാടാകെ. സ്നേഹപൂർവ്വം, മോഹൻലാൽ.